ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നല്ല ഭംഗിയുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ നിതയുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവരും ഞാൻ എവിടെ നിന്നാണ് മെറ്റീരിയൽ വാങ്ങുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന ഷോപ്പിൽ നിന്നൊന്നുമില്ല, ഞാൻ പല ഷോപ്പിൽ നിന്നായിട്ടാണ് മെറ്റീരിയലൊക്കെ വാങ്ങാറുള്ളത്. ഈ ഒരു നിതയുടെ മെറ്റീരിയൽ അബായക്കൊക്കെ യൂസ് ചെയ്യണ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അബായയുടെയൊക്കെ മെറ്റീരിയൽ ഉള്ള ഷോപ്പുകളിൽ തന്നെ ചോദിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ 11 ഇയേഴ്സ് വരുന്ന കുട്ടികളുടെ അളവിലാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് 2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഷോൾഡർ ഒരു 7 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 3.5 ഇഞ്ചസ് നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ഇന്ന് ചിരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത് ഒരു 6.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് ഒരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 18 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മേളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഓപ്പണിംഗ് ഒരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സൈഡിലെ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോർഷൻസിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ആ പോയിന്റിൽ നിന്നും താഴത്തേക്ക് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്ത 1/2 ഇഞ്ചും ലാസ്റ്റ് മാർക്ക് ചെയ്ത 2.5 ഇഞ്ചിൻ്റെ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാലൻസ് വന്ന ക്ലോത്ത് ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ പ്ലീറ്റ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ നമ്മൾ നേരത്തെ മേളിൽ ഓപ്പണിംഗ് ഒരു 8 ഇഞ്ചസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 16 ഇഞ്ചസാണ് വരുന്നത്. ഇപ്പോൾ എനിക്കിവിടെ അത്രയും തുണി തികയാത്തതുകൊണ്ട് ഞാനിവിടെ 14 ഇഞ്ചസാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മാറിയാലൊന്നും കുഴപ്പമില്ല. 2 ഇഞ്ച് കൂടിയാലും 2 ഇഞ്ച് കുറഞ്ഞാലും വിഷയമൊന്നുമില്ല. അപ്പോൾ ഞാൻ 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലെയറിൻ്റെ ലെങ്ത്ത് 17.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെയിം 17.5 ഇഞ്ചസ് ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്ത വിഡ്ത്ത് സെയിം 14 ഇഞ്ചസ് തന്നെ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സൈഡിലെ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോർഷൻസിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പീസ് 4ആയിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വിഡ്ത്ത് ഒരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആ പോയിന്റിൽ നിന്നും താഴത്തേക്ക് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു എൻഡിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് ഒരു 20 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും 20 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ മേളിൽ മാർക്ക് ചെയ്ത് കൊടുത്ത സെയിം വിഡ്ത്ത് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സൈഡിലെ പോയിന്റ്സ് തമ്മിലും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻസിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 50 ഇഞ്ചസ് ലെങ്ത്തിലും 3.5 ഇഞ്ചസ് വിഡ്ത്തിലും നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ എല്ലാ പോർഷൻസും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ നല്ല വശം എടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് ചീത്ത വശത്തിലേക്ക് ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ നല്ല വശം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ട് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ 50 ഇഞ്ചസ് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് നമുക്ക് നെക്കിലായിട്ട് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ആ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നെക്കിന് സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. അപ്പോൾ ഇത്രയും താഴത്തേക്ക് കിടക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നെക്കിൻ്റെ അരികോട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. നമ്മൾ ആ ഒരു ഭാഗം അളന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ 18.5 ഇഞ്ചസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 18.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ചീത്ത വശവും പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം അല്ലെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം അവിടെ നിന്ന് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ഇവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താഴത്തേക്കുള്ള ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇവിടെ നല്ല വശത്തേക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ നമ്മൾ എത്ര ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്താലും ആ ഒരു ഫിനിഷിങ് തോന്നണമെങ്കിൽ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്ലീവിൻ്റെ 2 പീസ് എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ അരികു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 പീസിൻ്റെയും അരിക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇവിടെ 2 സ്ലീവിൻ്റെയും അരിക് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തു നിന്ന് മേളിലേക്ക് ഒരു 2 ഇഞ്ചസ് വെച്ച് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് ആ പോയിന്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ അരികിലും ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ 9 ഇഞ്ചസ് ലെങ്ത്തിൽ ഞാൻ 2 പീസ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ലൈനിൽ നമുക്ക് ആ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ആ ലൈനിലൂടെ വലിച്ച് ഇതുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ 2 സ്ലീവിലും എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ലീവും നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഷോൾഡറിനെ ജോയിൻ്റ് ചെയ്യുന്ന താഴത്തേക്കും മേളിലേക്കും ഏകദേശം 1 ഇഞ്ച് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഈ ടോപ്പിൻ്റെ നല്ല വശവും ആ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ഇതിൽ ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ആ ഒരു പോയിന്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇവിടെ ആ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു പോയിന്റ് വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തിനേക്കാളും ആ സ്ലീവിൻ്റെ ഭാഗം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, അത്രയും ഭാഗം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ രണ്ട് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള ആ ലെയറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ലെയറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മേൽഭാഗത്തായിട്ട് അകത്തുള്ള സ്റ്റിച്ച് ഇവിടുന്ന് ആ ഒരറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ രണ്ട് പീസിലും നമുക്ക് മേളിലായിട്ട് അകത്തുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഇവിടെ അരികിലായിട്ട് രണ്ട് പീസിലും അകത്തുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് വരുന്നത് വരെ നമുക്ക് ഈ ഒരു പീസിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ആ സ്റ്റിച്ചിൻ്റെ ഒരു നൂല് മാത്രം പിടിച്ച് വലിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു മേൽഭാഗത്തെ ആ ഒരു പീസിൻ്റെ വിഡ്ത്ത് വരുന്നത് വരെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് കൊടുത്ത പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് അരിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പീസിലും നമുക്ക് ആ ഒരു ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമ്മൾ ആ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് മറച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കറക്റ്റായിട്ട് മറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൊത്തത്തിൽ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരറ്റം വരെ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇവിടുന്ന് ഇവിടം വരെ 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ രണ്ട് സൈഡും നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചുറ്റോട് ചുറ്റും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ടോപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ രണ്ട് സ്ലീവിലും കുറച്ച് ബീഡ്സും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരുപാട് മോഡൽസിൻ്റെയൊക്കെ വീഡിയോസ് കാണണമെന്നുള്ളവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.